ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ 2022 പ്രിലിമിനറി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിർച്വൽ സ്പേസിൻ്റെ ബ്ലോഗ് പോസ്റ്റിലും ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 20 ദിവസങ്ങളോളമായി നമ്മൾ ഈ ഒരു വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ virtualspace.wordpress.com എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്, അത് സന്ദർശിക്കുക. ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. 2022 10th ലെവൽ പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? വെള്ളയമ്പലം, ആറളം, അത്താണി. ഇവയൊന്നുമല്ല. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വെള്ളയമ്പലം. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരും? റോബർട്ട് ബ്രൗൺ, റോബർട്ട് ഹൂക്ക്, റോബർട്ട് കോച്ച്, ജോൺ ഡാൾട്ടൺ. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരും? ഉത്തരം റോബർട്ട് ബ്രൗൺ. ഡോഡോ പക്ഷികളെ കണ്ടിരുന്ന രാജ്യം? USA, മൗറീഷ്യസ്, മാലിദ്വീപ്, ഓസ്ട്രേലിയ. ഡോഡോ പക്ഷികളെ കണ്ടിരുന്ന രാജ്യമേത്? ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ? ഗ്ലൂക്കോഗോൺ, ഇൻസുലിൻ, തൈറോക്സിൻ, പാരാതോർമോൺ. ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഇൻസുലിൻ. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉപ്പുകൂടിയ ഭാഗമേത്? തുടയെല്ല്, തലയോട്ടി, നഖം, പല്ലിൻ്റെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുകൂടിയ ഭാഗമേത്? ഉത്തരം പല്ലിൻ്റെ ഇനാമൽ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമേത്? ജീവകം A, ജീവകം B, ജീവകം C, ജീവകം D. ഉത്തരം ജീവകം D. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം D. ജർമ്മൻ മിസിൽസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗം? റിക്കറ്റ്സ്, സിക്കിൾ സെൽ അനീമിയ, റുബെല്ല, ചിക്കൻ ഗുനിയ. ജർമ്മൻ മിസിൽസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗം? ഉത്തരം റുബെല്ല. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? ഉത്തരം 120 mmHg. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ 120 mmHg. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്ര? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം? ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, പച്ച. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറമേത്? ഉത്തരം മഞ്ഞ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം? അക്യൂസ്റ്റിക്സ്, കാറ്റക്യൂസ്റ്റിക്സ്, ഒപ്റ്റിക്സ്, ഡൈനാമിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്യൂസ്റ്റിക്സ്. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ്? ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 55 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 45 ഡിഗ്രി. ഉത്തരം 45 ഡിഗ്രി. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ എത്ര അളവാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ എത്ര അളവാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം? തരംഗചലനം, ഭ്രമണം, പരിക്രമണം, വക്രരേഖാചലനം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം? ഉത്തരം ഭ്രമണം. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം? സ്വേദനം,
ക്രോമറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗ്, അംശീയശോധനം. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഉത്തരം ക്രോമാറ്റോഗ്രഫി. മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വെടിമരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത്? ഉത്തരം പൊട്ടാസ്യം നൈട്രേറ്റ്. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ഗാൽവനൈസേഷൻ, വൾക്കനൈസേഷൻ, പോളിമറൈസേഷൻ, ഹേബർ പ്രക്രിയ. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ഉത്തരം ഗാൽവനൈസേഷൻ. pH സ്കെയിലിൽ pHൻ്റെ പൂർണ്ണരൂപം? pH സ്കെയിലിൽ pHൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അടുത്തത് അന്താരാഷ്ട്ര മോൾ ദിനം എന്ന്. അന്താരാഷ്ട്ര മോൾ ദിനം എന്ന്? സെപ്റ്റംബർ 23, ഡിസംബർ 23, മാർച്ച് 23, ഒക്ടോബർ 23. ഉത്തരം ഒക്ടോബർ 23. ഇന്ത്യയിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏത്? സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏത്? ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏത്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31, 1993 സെപ്റ്റംബർ 28, 1996 മാർച്ച് 14, 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1993 സെപ്റ്റംബർ 28. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതി ഏത്? കൊൽക്കത്ത ഹൈക്കോടതി, അലഹാബാദ്, മുംബൈ, ഗുവാഹത്തി. ഉത്തരം ഗുവാഹത്തി ഹൈക്കോടതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? നാരായൺഘട്ട്, സമതാസ്ഥൽ, കർമ്മഭൂമി, ചൈതന്യഭൂമി. ഉത്തരം കർമ്മഭൂമി. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കർമ്മഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ജാർഖണ്ഡ്. അംബാല ഡീസൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്, സിക്കിം, ഹരിയാന, രാജസ്ഥാൻ. അംബാല ഡീസൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച നഗരം? ചെന്നൈ, ബംഗളൂരു, ന്യൂഡൽഹി, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച നഗരം ഏത്? ഉത്തരം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ മോണോറെയിൽ നിലവിൽ വന്ന വർഷം? 2005, 2014, 1998, 2011. ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ നിലവിൽ വന്ന വർഷം? ഉത്തരം 2014. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സർവകലാശാല നിലവിൽ വന്നത്? വിജയവാഡ, ബാംഗ്ലൂരു, ന്യൂഡൽഹി, പൂനെ. ഉത്തരം ബാംഗ്ലൂരു. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സർവകലാശാല നിലവിൽ വന്നത് ബാംഗ്ലൂരു. നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന ബംഗാൾ ഗവർണർ ആര്? വാരൻ ഹേസ്റ്റിംഗ്, റോബർട്ട് ക്ലൈവ്, കോൺവാലിസ്, വെല്ലസ്ലി. നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന ഗവർണർ ആര്? ഉത്തരം റോബർട്ട് ക്ലൈവ്. മംഗൾ പാണ്ഡെ വധിക്കപ്പെട്ട വർഷം? 1858 ഏപ്രിൽ 8, 1857 ഏപ്രിൽ 8, 1857 ഏപ്രിൽ 18, 1857 മെയ് 10. മംഗൾ പാണ്ഡെ വധിക്കപ്പെട്ട വർഷം? ഉത്തരം 1857 ഏപ്രിൽ 8. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിതമായ വർഷം?
1884, 1853, 1885, 1868 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിതമായ വർഷം. ഉത്തരം 1884. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം, പൂനെ, ഗയ, അലഹബാദ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ഗയ. ആദി ബ്രഹ്മ സമാജിൻ്റെ സ്ഥാപകനാര്? കേശവചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയ്, ആനന്ദ് മോഹൻ ബോസ്, ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മ സമാജിൻ്റെ സ്ഥാപകനാര്? ഉത്തരം ദേവേന്ദ്രനാഥ് ടാഗോർ. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗോഖലെ, വാലന്റൈൻ ചിറോൾ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വാലന്റൈൻ ചിറോൾ. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചത് ഏത് ആക്ടിലൂടെയാണ്? 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 1833 ചാർട്ടർ ആക്ട്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കിരീടഭരണവും കമ്പനി ഭരണവും എന്നൊരു ടോപ്പിക്കിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചത് ഏത് ആക്ടിലൂടെയായിരുന്നു? ഉത്തരം 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, രവീന്ദ്രനാഥ് ടാഗോർ, ബി.ആർ. അംബേദ്കർ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? മൈക്കിൾ ഒ ഡയർ, ജനറൽ റെജിനാൾഡ് ഡയർ, ജനറൽ ഹഗ്രോസ്, തോമസ് ബാബർ. ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1927, 1926, 1928, 1924. ഉത്തരം 1928. തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ് എന്ന ലേഖനം രചിച്ചത് ആര്? സി കൃഷ്ണൻ, സി കേശവൻ, മൂർക്കോത്ത് കുമാരൻ, സി വി കുഞ്ഞിരാമൻ. ഉത്തരം സി വി കുഞ്ഞിരാമൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വഖം അബ്ദുൽ ഖാദർ മൗലവി, മമ്പ്രം തങ്ങൾ, മക്തി തങ്ങൾ, അബ്ദുറഹ്മാൻ സാഹിബ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മക്തി തങ്ങൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ആന, ശംഖ്, താമര, സൂര്യൻ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഉത്തരം ശംഖ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി? ജാതിക്കുമ്മി, ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ദുരവസ്ഥ. ഉത്തരം ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, കൂട്ടംകുളം സമരം. ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം. നാളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ്? ചരിത്രം, വാനശാസ്ത്രം, മതപരിവർത്തനം, സംഗീതം.
നാളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ്? ഉത്തരം ചരിത്രം. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈഴവ മെമ്മോറിയൽ, നായർ ലഹള, മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലയാളി മെമ്മോറിയൽ. ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചത്? വേലുക്കുട്ടിയരയൻ, അയ്യത്താൻ ഗോപാലൻ, ശുഭാനന്ദ ഗുരുദേവൻ, പാമ്പാടി ജോൺ ജോസഫ്. ഉത്തരം പാമ്പാടി ജോൺ ജോസഫ്. ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി? ദൈവദശകം, ആത്മോപദേശ ശതകം, ശിവശതകം, ജാതിമീമാംസ. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ഉത്തരം ശിവശതകം. വിദ്യാപോഷിണി സഭയുടെ സ്ഥാപകനാര്? ബ്രഹ്മാനന്ദ ശിവയോഗി, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, കെ പി കറുപ്പൻ. ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യയുടെ മൊത്തവിസ്തീർണത്തിൽ കേരളം ഉൾപ്പെടുന്ന ഭാഗം? ഉത്തരം 1.18%. ഇന്ത്യയുടെ മൊത്തവിസ്തീർണത്തിൽ കേരളം ഉൾപ്പെടുന്ന ഭാഗം 1.18%. നഗരവാസികൾ കൂടുതലുള്ള ജില്ല? കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം. നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമായ കോളനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം, എറണാകുളം, പത്തനംതിട്ട, തൃശ്ശൂർ. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമായ കോളനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം എറണാകുളം. എത്ര നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്? എത്ര നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്? 114, 102, 140, 133. ഉത്തരം 114. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര? 33%, 40%, 50%, 45%. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര ശതമാനം? ഉത്തരം 50%. കേരളത്തിലെ ആദ്യ ജിയോ ഇൻഫോർമാറ്റിക്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ചിറയിൻകീഴ്, കലവൂർ, പുത്തൻതോപ്പ്, അരുവിക്കര. കേരളത്തിലെ ആദ്യ ജിയോ ഇൻഫോർമാറ്റിക്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അരുവിക്കര. പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്ന നദി? കരമനയാർ, നെയ്യാർ, വാമനപുരം നദി, അരിയൂർ പുഴ. പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? ഉത്തരം കരമനയാർ. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം? പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നഗരം? വിഴിഞ്ഞം, കൊച്ചി, നാട്ടകം, കൊല്ലം. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നഗരം? ഉത്തരം കൊല്ലം. കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ മേൽനോട്ടത്തിലുള്ള കേരളത്തിലെ സ്ഥാപനമായ ഇന്ത്യൻ റയോ എർത്ത്സിൻ്റെ നിർമ്മാണമായി സഹകരിച്ച വിദേശ രാജ്യം? റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ. കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ മേൽനോട്ടത്തിലുള്ള കേരളത്തിലെ സ്ഥാപനമായ ഇന്ത്യൻ റയോ എർത്ത്സിൻ്റെ നിർമ്മാണവുമായി സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം ഫ്രാൻസ്. ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം? 84, 48, 47, 74. ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം 47. സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് നടത്തുന്ന ലോട്ടറികൾക്ക് എത്ര ശതമാനം നികുതി ഏർപ്പെടുത്തുവാനാണ് GST കൗൺസിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചത്? ഉത്തരം 28%. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്? ഇ ഗവേണൻസ്, ഇ കൊമേഴ്സ്,
ഇമെയിൽ, ഇ സാക്ഷരത. ഉത്തരം ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ്. ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് അംബേദ്കർ, നെഹ്റു, ജെ ബി കൃപലാനി, രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ജെ ബി കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം ജെ ബി കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു, അംബേദ്കർ, സർദാർ പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ. ഭരണഘടന കരട് നിർമ്മാണ സമിതി ആദ്യ കരട് സമർപ്പിച്ചത് എന്ന്? 47 ഓഗസ്റ്റ് 29, 48 ഫെബ്രുവരി 21, 47 ഫെബ്രുവരി 21, 48 ഓഗസ്റ്റ് 29. ഭരണഘടന കരട് നിർമ്മാണ സമിതി ആദ്യ കരട് സമർപ്പിച്ചത് എന്ന്? ഉത്തരം 1948 ഫെബ്രുവരി 21. ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? 32, 262, 226, 162. ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം അനുച്ഛേദം 226. രാഷ്ട്രപതി തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രധാനമന്ത്രി, സ്പീക്കർ, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം 40, 45, 48, 44. ഉത്തരം അനുച്ഛേദം 40. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം. ഉത്തരം കോട്ടയം. 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്ക്? ഉത്തരം 5. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? സുധീർ ഭാർഗവ, ഭിമൽ ജുൽക്ക, രാധാകൃഷ്ണ മാഥൂർ, യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം യശ്വർദ്ധൻ കുമാർ സിൻഹ. ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് പഴയതാണ്. ഇത്തരത്തിൽ വല്ല മാറ്റങ്ങളുണ്ടോയെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യണം. കേന്ദ്ര സർക്കാരിൻ്റെ തദ്ദേശീയ വീഡിയോകളിൽ കോൺഫറൻസ് സോഫ്റ്റ്വെയർ ഇന്നൊവേഷൻ ചലഞ്ചിൽ ഒന്നാമതെത്തിയ ആപ്ലിക്കേഷൻ ഏത്? വി കൺസീൽ, വി കൺസോൾ, വി കണക്ട് ഭാരത്. കേന്ദ്ര സർക്കാരിൻ്റെ തദ്ദേശീയ വീഡിയോകളിൽ കോൺഫറൻസ് സോഫ്റ്റ്വെയർ ഇന്നൊവേഷൻ ചലഞ്ചിൽ ഒന്നാമതെത്തിയ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം വി കൺസോൾ. സ്വച്ഛ് സർവേ 2020 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെ? അഹമ്മദാബാദ്, വാരാണസി, ഇൻഡോർ, വഡോദര. ഉത്തരം ഇൻഡോർ. മധ്യപ്രദേശിലാണ് ഇൻഡോറിൽ. സ്വച്ഛ് സർവേ 2020 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് ഇൻഡോർ. SSC, RBI, IBPS എന്നിവയ്ക്കായി പ്രാഥമിക തലത്തിൽ പൊതുയോഗ്യതാ പരീക്ഷ നടത്താൻ രൂപീകരിക്കുന്ന ഏജൻസി ഏത്? NET, SST, CET, RST. ഉത്തരം CET. കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല? തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ONV സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല കാസർഗോഡ്. ബനാറസ് റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു?
ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന. ബനാറസ് റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഉത്തർപ്രദേശ്. സുരക്ഷാ നിരീക്ഷണത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി നിഞ്ച ഡ്രോണുകൾ ഉപയോഗിക്കുന്ന വിഭാഗം ഏത്? റെയിൽവേ, എയർവേസ്, വാട്ടർവേസ്, റോഡ് ട്രാൻസ്പോർട്ട്. സുരക്ഷാ നിരീക്ഷണത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി നിഞ്ച ഡ്രോണുകൾ ഉപയോഗിക്കുന്ന വിഭാഗം ഏത്? ഉത്തരം റെയിൽവേ. 2020 IPL മത്സരങ്ങളുടെ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി വിവോ, Dream11, ടാറ്റ മോട്ടോഴ്സ്, പെപ്സി. ഉത്തരം Dream11. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളിലൂടെ അവസാനിക്കുന്നു. ദിവസവും അതുപോലെ ഓരോ ചോദ്യപേപ്പറുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. 21ഓളം വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. 21ഓളം ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വീഡിയോസിനും. അപ്പോൾ ഇതുവരെയും വീഡിയോസ് ഒന്നും കാണാത്തവർ കാണുക. 10th പ്രിലിംസ് എന്തായാലും മെയ് മാസത്തിൽ നടക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പ്രിലിംസ് എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.